നല്ല പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടുള്ള കറികളൊന്നും ഇല്ലാതെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു പാൽപുട്ടിൻ്റെ റെസിപ്പി ആട്ടോ. നല്ല ടേസ്റ്റാണ്, നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കുകയും ചെയ്യാം. ഞാനിപ്പോൾ ഇതാ ഒരു ബൗളിൽ 1 കപ്പ് പുട്ടുപൊടി എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് അജ്മിയുടെ പുട്ടുപൊടി ആട്ടോ. ഇതിൽ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് കൈ ഉപയോഗിച്ചിട്ട് തന്നെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് ഒരു 15 മിനിറ്റ് നേരം റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. നമ്മൾ എടുക്കുന്ന പുട്ടുപൊടിക്ക് അനുസരിച്ചിട്ട് ചിലപ്പോൾ വെള്ളത്തിൽ മാറ്റം വരും, നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി. ഇതിപ്പോൾ 15 മിനിറ്റ് ആയപ്പോഴേക്കും നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. കൈ ഉപയോഗിച്ചിട്ട് തന്നെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനിയിപ്പോൾ ഇതിൽ 1/2 കപ്പ് തേങ്ങ, പിന്നെ 1/2 കപ്പ് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതാട്ടോ അതുകൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ പഞ്ചസാര, 3 ടേബിൾ സ്പൂൺ പാൽപ്പൊടി, പിന്നെ 1 ടീസ്പൂൺ നെയ്യ്, ഇതെല്ലാം കൂടി ചേർത്തിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. പിന്നെ പഞ്ചസാരയുടെ അളവ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കൂട്ടിയെടുക്കുക കേട്ടോ. ഇതിപ്പോൾ ഒരു പാകത്തിനുള്ള മധുരം ഉണ്ടാവുള്ളൂ. ഇതിങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ ഉണ്ടല്ലോ നല്ലൊരു മണം കേട്ടോ, നല്ലൊരു ഫ്ലേവറാണ് ഈ ഒരു പുട്ടിന്. ഞാനിപ്പോൾ ഇത് പുട്ടുകുറ്റിയിൽ നിറച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ആവി കയറ്റിയെടുക്കണം. 4-5 മിനിറ്റ് ഒക്കെ മതിയാവും. ഓരോരുത്തരുടെയും ഫ്ലെയിമിനനുസരിച്ചിട്ട് സമയത്തിൽ മാറ്റം വരും. അപ്പോൾ ഇനി പുട്ടുണ്ടാക്കുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കണം കേട്ടോ. നല്ല ടേസ്റ്റാണ്, കുട്ടികൾക്കും വലിയവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടും. നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കുകയും ചെയ്യുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഫോളോ ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ.